നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പൊടി ഇഡ്ഡലി ഉണ്ടാക്കാം. മസാലപ്പൊടിയും നെയ്യും ചേർത്ത ഈ പൊടി ഇഡ്ഡലിയുടെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഉഴുന്ന് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത് കൊണ്ടുവന്നത്. അടുത്തതായി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക്, കരിവേപ്പില, ഉപ്പ്, കായം ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഇനി ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് ഉഴുന്നൊന്ന് നല്ലതുപോലെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. അതിലേക്ക് വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. അടുത്തതായി നമുക്ക് ഒന്ന് അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി കുക്കർ അടുപ്പത്ത് വെക്കാം. അത് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നലെ അരച്ച് വെച്ച ഇഡ്ഡലി ബാറ്റർ ഒന്ന് ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായി ഒരു ഇഡ്ഡലി തട്ടെടുത്ത് അതിലേക്ക് ഓയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒരു ചെറിയ സ്പൂൺ വെച്ച് കുഞ്ഞായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഒഴിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിയ ഇഡ്ഡലി ഒഴിക്കുമ്പോൾ വേഗം ഒഴിച്ച് നമുക്ക് അത് അടുപ്പത്ത് വെക്കാൻ പറ്റും. ഇതാകുമ്പോൾ ഇങ്ങനെ നോക്കി ആ ഹോൾസിൽ തന്നെ കുഞ്ഞായി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ആ വലിയ ഇഡ്ഡലിനെ 6 പീസാക്കി കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് നമുക്ക് അതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്കിതൊന്ന് എല്ലാ കുഴിയിലും ഒഴിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ ഇഡ്ഡലി ആക്കുന്ന തട്ടില്ലെങ്കിലാണ് 4-5 പീസാക്കിയിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമായിരിക്കും. വലിയ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ അവർ കഴിക്കാൻ മടി കാണിക്കും. ഇതാകുമ്പോൾ എളുപ്പത്തിൽ കഴിക്കാനും പറ്റും, അവർ വേഗം കഴിക്കാൻ വരികയും ചെയ്യും. നമ്മുടെ വെള്ളമൊക്കെ ചൂടായിക്കട്ടെ. ഇനി നമുക്ക് ഇത് ഈ ഇഡ്ഡലി കുക്കറിൽ വെച്ച് നമുക്ക് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇഡ്ഡലിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് തണുക്കാൻ വെച്ച ഉഴുന്നും മുളകും കരിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ട് ഈ മിശ്രിതത്തിന് ഒന്ന് നമുക്ക് തരിതരിയായി പൊടിച്ചെടുത്തിട്ട് വരാം. നിങ്ങളെങ്ങനെയാണോ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നത്? ഈ തമിഴന്മാരൊക്കെ ഇതിലേക്ക് കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ടാണ് പൊടിക്കുന്നത്. പക്ഷെ ഞാനതൊന്നും ഇടാറില്ല. ഞാൻ ഈ ഉഴുന്ന് മാത്രമേ ഇടാറുള്ളൂ. ഇത് തരിതരിയായി പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം എടുത്ത ഒരു ബൗൾ നിറയെ ഉണ്ട് പൊടി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ ഇത് കുറേ ദിവസം നമുക്ക് പുറത്ത് തന്നെ കേടുകൂടാതെ വെക്കാം. ഇഡ്ഡലി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു ചട്നി തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക്, പിന്നെ ഒരു പീസ് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞത്, കുറച്ച് കരിവേപ്പില, ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്തോ എന്ന് തുറന്ന് നോക്കാം. ഒരു 15 മിനിറ്റായി ഞാൻ ഇഡ്ഡലി വെച്ചിട്ട്. നമുക്ക് ഈ ഇഡ്ഡലിയൊക്കെ ഇനി ഒരു തട്ടിലേക്ക് മാറ്റാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഞാനിപ്പോൾ എല്ലാ ഇഡ്ഡലിയും ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത്രയും ഇഡ്ഡലിയെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ഈ ഇഡ്ഡലി ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ മെൽറ്റായി വരുമ്പം
ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് 2 സ്പൂൺ ഉഴുന്ന് പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി, നമ്മൾ പൊടിച്ച് വെച്ച ഇഡ്ഡലിപ്പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഇഡ്ഡലി ഇതിലേക്ക് നല്ലതുപോലെ യോജിപ്പിക്കാം. പിന്നെ ഇതൊന്ന് നല്ലതുപോലെ ഫ്രൈ ആയി വരണം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട. ഇഡ്ഡലിയിലും ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ഇഡ്ഡലി പൊടിയിലും ഉപ്പുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണും കൂടി ഇഡ്ഡലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കളറും എരിവും ഒക്കെ ഒന്ന് കൂടി വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ അത് കുറച്ചാൽ മതി. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ചെറിയ ട്വിസ്റ്റ് കൊണ്ട് സാധാരണ ഇഡ്ഡലി സൂപ്പർ സ്പൈസി സ്നാക്ക് ആക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന റെസിപ്പി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സാമ്പാറും ചട്നിയും കൂട്ടി കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.